ഈ വീഡിയോ ഈനോക്കിന്റെ സ്വപ്ന ദർശനങ്ങളിലെ ഒരൊറ്റ വാക്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 1 ഹാനോക്ക് 90:28. ഇപ്പോൾ അത് 90:21. പഴയ വീട് ചുരുട്ടി മടക്കി നീക്കം ചെയ്യുന്ന നിമിഷം. ബൈബിൾ പണ്ഡിതരുടെ അഭിപ്രായത്തിൽ ഈ സംഭവം പഴയ ക്രമത്തിന്റെ നീക്കം ചെയ്യലിനെ പ്രതിനിധീകരിക്കുകയും അന്ത്യകാല പ്രവചനങ്ങളുടെ അന്തിമ ശ്രേണിയിലേക്ക് നയിക്കുന്ന വഴിത്തിരിവായി മാറുകയും ചെയ്യുന്നു. ഹാനോക്കിന്റെ ദർശനം പഴയ വീടിന്റെ നാശത്തിൽ നിന്ന് ലോർഡിന്റെ സിംഹാസനത്തിന്റെ സ്ഥാപനത്തിലേക്ക് ഉടനടി നീങ്ങുന്നതിനാൽ ഈ 2 നിമിഷങ്ങൾക്കിടയിൽ സംഭവിക്കേണ്ട വിശദമായ സംഭവങ്ങളെക്കുറിച്ച് അത് വിവരിക്കുന്നില്ല. അതിനായി ബൈബിളിന്റെ പ്രവചനത്തിലേക്ക്, പ്രത്യേകിച്ച് ദാനിയേൽ 9, വെളിപ്പാട് 13, 2 തെസ്സലോനിക്കർ 2 ഇവയിലേക്ക് നാം തിരിയണം. അതിനാൽ പഴയ വീടിന്റെ മടക്കൽ എന്നതിന്റെ അർത്ഥം വിശദീകരിച്ചതിന് ശേഷം ക്രിസ്തുവിന്റെ 2ാം വരവിന് മുമ്പ് പൂർത്തീകരിക്കപ്പെടാൻ കാത്തിരിക്കുന്ന പ്രധാന ബൈബിൾ പ്രവചനങ്ങളെ രൂപരേഖ നൽകുന്ന 4 സ്ലൈഡുകൾ ഈ വീഡിയോ അവതരിപ്പിക്കുന്നു. 90:28. അവൻ ആ പഴയ വീട് ചുരുട്ടിയെടുക്കുന്നതും അതിൻ്റെ എല്ലാ തൂണുകളും തുലാങ്ങളും അലങ്കാരങ്ങളും അതോടൊപ്പം മടക്കി അവർ അതെല്ലാം ദേശത്തിൻ്റെ തെക്കുഭാഗത്ത് ഒരു സ്ഥലത്ത് കൊണ്ടിടുന്നതും ഞാൻ എഴുന്നേറ്റ് നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. ബൈബിൾ സ്കോളേഴ്സ് ഏകകണ്ഠമായി പറയുന്ന ഒരു കാര്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഈ വാക്യം ഈ ലോകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും അന്തിമ നശിപ്പിക്കലിനെ കുറിച്ചുള്ളതാണ് എന്നാണ് ഇവരുടെ എല്ലാം അഭിപ്രായം. എനിക്കിത് ക്രിസ്തു പ്രവചിച്ചതിന് അനുസൃതമായി 70 AD നടന്ന യൂതരുടെ ടെമ്പിൾ നശിപ്പിക്കലിനോടാണ് ഇത് കൂടുതൽ യോജിക്കുന്നത് എന്നാണ് അഭിപ്രായം. എന്താണ് അന്ന് നടന്നത്? ടൈറ്റസിന്റെ കീഴിൽ റോമൻ പടയാളികളാൽ പട്ടണം മുഴുവനും കത്തിക്കപ്പെട്ടു. ക്രിസ്തു പറഞ്ഞതുപോലെ കല്ല് കല്ലിന്മേൽ ശേഷിപ്പിക്കാതെ ജൂതരുടെ ആരാധനാലയം നശിപ്പിക്കപ്പെട്ടു. എനിക്ക് സ്കോളേഴ്സിനോട് യോജിക്കുവാൻ കഴിയാത്ത കാരണങ്ങൾ ഇവയൊക്കെയാണ്. ഒന്നാമതായി, ആ പഴയ വീടിൻ്റെ എല്ലാ തൂണുകളും തുലാങ്ങളും അലങ്കാരങ്ങളും ദേശത്തിൻ്റെ തെക്കുഭാഗത്ത് ഒരു സ്ഥലത്ത് കൊണ്ടിട്ടു എന്നീ വാക്യത്തിൽ പറയുന്നു. ഇതിൻ്റെ ശില്പശാസ്ത്ര ഭാഷ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം അത് പ്രപഞ്ചത്തിനല്ല, മറിച്ച് ഒരു കെട്ടിടത്തിനാണ് അനുയോജ്യമെന്ന്. ഈനോക്കിന്റെ ബുക്കിൽ ഒരിടത്തും പ്രപഞ്ചത്തിലെ ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതായി കാണുവാൻ കഴിയുകയില്ല. എന്നാൽ ബൈബിളിൽ 1 രാജാക്കന്മാർ 6-7 അധ്യായങ്ങളിലും ഫ്ലാവിയസ് ജോസഫീസിന്റെ ജൂവിഷ് വാർ എന്ന പുസ്തകത്തിലെ 5:5 സമൃദ്ധമായി അലങ്കരിച്ചിരുന്ന ഒരു ദേവാലയത്തെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. രണ്ടാമതായി, കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ തെക്കുഭാഗത്തായി കൊണ്ടുപോയി ഇട്ടു എന്നത് പുരാവസ്തു ഗവേഷണക്കാരുടെ കണ്ടെത്തലുമായി ഇത് യോജിക്കുന്നു എന്നതാണ്. ടെമ്പിൾ മൗണ്ടിന്റെ തെക്കൻ അടിവാരത്തിൽ നിന്നും AD 70 ക്ഷേത്രത്തിലെ യഥാർത്ഥ കല്ലുകൾ, ബീമുകൾ, ശില്പകലയുടെ തുണ്ടുകൾ ഇവ കണ്ടെത്തുകയുണ്ടായി. മദൻ പ്രോജക്റ്റ് എന്നതിലെ ഗവേഷകരാണ് ഇത് കണ്ടെത്തിയത്. വിക്കിപീഡിയയും ഇതിനെ ശരിവയ്ക്കുന്നു. മൂന്നാമത്തെ കാരണം, അന്ത്യകാലത്തെ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും സർവനാശത്തിനെക്കുറിച്ച് ഈനോക്ക് തന്നെ ദർശനം കാണുകയുണ്ടായി. അതിൽ ആകാശത്ത് വലിയൊരു വിടവുണ്ടാകും, അത് ഭൂമിയിലേക്ക് പതിക്കും, ഭൂമി അവയെ വിഴുങ്ങുമെന്നാണ്. അല്ലാതെ ഈ വാക്യത്തിൽ പറയുന്നത് പോലെ ഭൂമിയുടെ അവശിഷ്ടങ്ങൾ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്ന പുതിയ ഭൂമിയുടെ തെക്കുവശത്ത് കൂട്ടിയിടുകയല്ല. ബൈബിൾ പറയുന്നു, പുതിയ ഭൂമിയിൽ അശുദ്ധമായതൊന്നും കാണുകയില്ല,
അതിൻ്റെ ഓർമ്മ പോലും കാണുകയില്ല എന്നാണ്. അപ്പോൾ പഴയ ഭൂമിയുടെ അവശിഷ്ടങ്ങളാണത് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ വാക്യവുമായി യോജിക്കുക? കൂടാതെ പുരാതന ജൂവിഷ് ഭാഷാ ശൈലിയിൽ മടക്കുക എന്നതിന് നീക്കം ചെയ്യുക, പൊളിച്ചു മാറ്റുക, എടുത്തു കളയുക എന്നീ അർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ റോമൻ സാമ്രാജ്യം 70 AD യെരുശലേം ദേവാലയം പൊളിച്ചു മാറ്റി, കല്ലുകൾ പെറുക്കിയെടുത്ത് തെക്കു ഭാഗത്തൊരു സ്ഥലത്ത് കൂട്ടി, ക്ഷേത്രം നിന്നിരുന്ന സ്ഥലം വൃത്തിയാക്കി. അങ്ങനെ ഈ സംഭവങ്ങളുമായി 90-21 വാക്യം എല്ലാ വിധത്തിലും യോജിക്കുന്നു. ഇക്കാരണങ്ങളാൽ ഞാനൊരു പണ്ഡിതയല്ലെങ്കിലും ഇക്കാര്യത്തിൽ പണ്ഡിതന്മാരുമായി യോജിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. അതിനാൽ നിങ്ങളുടെ നിഗമനത്തിനായി ഞാൻ ഇത് വിടുകയാണ്. മക്കാബീസ് 2-ാം പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്ര സംഭവങ്ങൾ ഈനോക്ക് കണ്ട ദർശനവുമായി അക്ഷരാർത്ഥത്തിൽ യോജിക്കുന്നുവെന്ന് നാം ഇതിനകം കണ്ടു. അതുപോലെ ദർശനത്തിൽ പ്രത്യക്ഷപ്പെട്ട നിരവധി പ്രധാന ബൈബിൾ സംഭവങ്ങളും, അതായത് ക്രിസ്തുവിൻ്റെ ജനനം, കാട്ടുകാള, അതായത് പൗലോസ് വഴിയുള്ള ജാതികളുടെ രൂപാന്തരണം, വിജാതീയ സഭയുടെ ഉദയം, വളർച്ച എന്നിവയും ഇതിനകം ചരിത്രത്തിൽ പൂർത്തീകരിക്കപ്പെട്ടവയാണ്. എന്നാൽ ബൈബിളിലെ എല്ലാ പ്രവചനങ്ങളും ഈനോക്കിന്റെ ദർശനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇല്ല എന്നതാണ്. AD 70 റോമൻ സാമ്രാജ്യം യഹൂദരുടെ ക്ഷേത്രം പൂർണ്ണമായും നശിപ്പിച്ചതിന് ശേഷം ഈനോക്ക് അടുത്തതായി കാണുന്നത് ഭൂമിയിൽ ലോർഡിന്റെ സിംഹാസനം സ്ഥാപിക്കുന്ന ദൃശ്യമാണ്. അതായത് നാം ഇപ്പോൾ കടക്കുന്നത് ഇനിയും പൂർത്തീകരിക്കപ്പെടാത്ത പ്രവചനങ്ങളിലേക്കാണ്. ആ രംഗത്തിലേക്ക് നേരിട്ട് കടക്കുന്നതിന് മുമ്പ് അവസാനം നാം കണ്ട ക്ഷേത്രനാശത്തിനും ലോർഡിന്റെ സിംഹാസനം സ്ഥാപിക്കുന്നതിനും ഇടയിൽ ബൈബിൾ വെളിപ്പെടുത്തുന്ന സംഭവങ്ങളെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവ സംഭവിക്കുമ്പോൾ നാം അന്തിമ യുഗത്തോടെ എത്രത്തോളം അടുത്തിരിക്കുന്നുവെന്ന് തിരിച്ചറിയുവാൻ ഇത് അനിവാര്യമാണ്. ജൂതരുടെ ദേവാലയ നശീകരണത്തിനും ക്രിസ്തുവിൻ്റെ 2-ാം വരവിനുമിടയിൽ ചില പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്. അതിൽ ആദ്യം സംഭവിക്കേണ്ടത് ദാനിയേൽ 9:26 അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കുമെന്നതാണ്. എന്നാൽ ഇത് മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്തിരിക്കുന്നത് തെറ്റായിട്ടാണ്. അവൻ എന്നൊരു വാക്ക് മലയാളം ബൈബിളിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഈ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം 70 AD റോമരുടെ യുവരാജകുമാരൻ ടൈറ്റസിന്റെ നേതൃത്വത്തിൽ നടന്ന ജെറുസലേം ദേവാലയത്തിന്റെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെയുള്ള നശീകരണത്തിലൂടെ യേശുക്രിസ്തുവിന്റെ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ്. ഇങ്ങനൊരു പ്രളയം ദേവാലയത്തിന്റെ നശീകരണത്തിന് ശേഷം ഇന്ന് വരെ നടന്നതായി ജൂതരുടെ ചരിത്ര പുസ്തകങ്ങളിൽ ഇല്ല. ഞാൻ വായിച്ചിട്ടുള്ള ബുക്കുകളിൽ അങ്ങനെ ഒന്ന് കാണുവാൻ കഴിഞ്ഞില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെഫറൻസ് കമൻറ്റ് സെക്ഷനിൽ കൊടുത്താൽ എല്ലാവർക്കും ഉപകാരപ്രദമാകും. ഇതേ വാക്യത്തിലെ യുദ്ധത്തിൻ്റെ അവസാനം വരെയുള്ള നിർജ്ജനീകരണവും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ പൂർത്തീകരണം അന്നു മുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന യുദ്ധവും അതിൻ്റെ ഒരു ഭാഗമാണ്. ഇനിയുള്ള മുൻ പറഞ്ഞ കാലഘട്ടത്തിൽ നടക്കാനുള്ള പ്രവചനങ്ങൾ അടുത്ത വാക്യത്തിലാണ്. ദാനിയേൽ 9:27 രണ്ടാമത്തെ ഇതുവരെ പൂർത്തീകരിക്കാത്ത പ്രവചനം അന്തിക്രിസ്തുവിനാൽ ഉറപ്പിക്കപ്പെടുന്ന ഒരു 7 വർഷ കരാറാണ്. എന്നാൽ അന്തിക്രിസ്തുവാണ് ഇത് ചെയ്യുന്നത് എന്ന് ഇതിൽ പറയുന്നില്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അടുത്ത സ്ലൈഡിലുണ്ട്. മൂന്നാമത്തേത്, ഈ കരാറിൻ്റെ മധ്യകാലത്തെത്തുമ്പോൾ
യാഗങ്ങൾ മുടക്കി അവൻ തന്നെ കരാറിൽ നിന്ന് പിൻവലിയുമെന്നാണ്. നാലാമത്തത്, ശൂന്യമാക്കുന്ന മ്ലേച്ഛത സ്ഥാപിക്കപ്പെടും എന്നതും. ദാനിയേൽ 9:27. അവൻ ഒരാഴ്ച വട്ടത്തേക്ക് അനേകരുമായി ഉടമ്പടി ഉറപ്പിക്കും. ആരാണിതിൽ പറയുന്ന അവൻ? ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് മുൻപുള്ള അവസാന 7-ാം വർഷത്തിലെ ഭൂലോക ഭരണാധികാരിയാണതെന്ന് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം നമുക്ക് കാണിച്ചു തരുന്നു. മഹാസർപ്പം, അതായത് സാത്താൻ, അവന്റെ സകല ശക്തികളും അധികാരങ്ങളും മാത്രമല്ല, അവന്റെ സിംഹാസനം വരെ ഈ ഭരണാധികാരിക്ക് കൊടുക്കുകയാണ്. ഭൂലോകത്തിലെ സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലുമുള്ള അധികാരം, കൂടാതെ വമ്പും ദൂഷണവും സംസാരിക്കുന്ന ഒരു വായു, 42 മാസം പ്രവർത്തിക്കുവാൻ അധികാരവും കൊടുക്കുകയാണ്. എന്തിനായി? വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുവാൻ, ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ. അവൻ ദൈവദൂഷണത്തിനായി അവന്റെ വായ് തുറക്കും എന്നതിൽ പറയുന്നു. കുഞ്ഞാടിന്റെ ജീവന്റെ ബുക്കിൽ പേരില്ലാത്തവരെല്ലാം അവനെയും സാത്താനെയും നമസ്കരിക്കുകയും ചെയ്യും. ഇതെല്ലാം എന്താണ് കാണിക്കുന്നത്? ആ ആഗോള ഭരണാധികാരി തന്നെയാണ് അന്തിക്രിസ്തു എന്നല്ലേ? അന്തിക്രിസ്തു അവസാന ലോക ഭരണാധികാരിയാണെന്നുള്ള സൂചനകൾ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, ക്രിസ്തുവിന്റെ വരവ് അടുത്തിരിക്കുന്നു എന്ന് കരുതി നിങ്ങളാരും ഭയപ്പെടേണ്ട. ആരും നിങ്ങളെ വഴിതെറ്റിക്കരുത്. കാരണം ക്രിസ്തുവിന്റെ 2-ാം വരവിന് മുൻപായി 2 കാര്യങ്ങൾ നടന്നിരിക്കും. ഒന്നാമത്തത് വിശ്വാസത്യാഗം. നാം ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ദൈവമില്ല എന്ന് ഘോഷിക്കുന്ന പ്രാസംഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അത് കേട്ട് വിശ്വാസം ത്യജിച്ച് ഞങ്ങൾ ഈ ബൈബിൾ വലിച്ചെറിയുന്നു എന്ന് പറയുന്ന വിശ്വാസികളായിരുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നു. ആ കാലഘട്ടത്തിലാണിപ്പോൾ നാം. രണ്ടാമതായി, നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. ഇത് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. ഈ അധർമ്മമൂർത്തി തന്നെയാണ് വരുവാനിരിക്കുന്ന അന്തിക്രിസ്തു. വെളിപ്പാട് 13. യോഹന്നാൻ കാണുന്ന ദർശനത്തിൽ ദൈവദൂഷണ നാമത്തോടുകൂടിയായി 7 തലയും കിരീടം വെച്ച 10 കൊമ്പുകളുമുള്ള കടലിൽ നിന്നും കയറി വന്ന മൃഗത്തിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരങ്ങളും കൊടുക്കുന്നു. സർവഭൂമിയും അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത എല്ലാ ഭൂനിവാസികളും അവനെയും മഹാസർപ്പത്തെയും നമസ്കരിക്കും. ആ മൃഗം തന്നെയാണ് ഇതിൽ പറയുന്ന അന്തിക്രിസ്തു. മൃഗത്തിന്റെ പേരിന്റെയോ പേരിന്റെ സംഖ്യയുടെയോ മുദ്ര കയ്യിലോ നെറ്റിയിലോ ഏൽക്കാത്തവർക്കൊന്നും വാങ്ങുവാനോ വിൽക്കുവാനോ സാധിപ്പിക്കാത്ത വണ്ണം പ്രവർത്തിക്കുന്ന ഈ മൃഗത്തിന്റെ സംഖ്യ ഒരു മനുഷ്യന്റെ സംഖ്യയാണ്, 666. ഇത് ക്രിസ്തുവിന്റെ 2-ാം വരവിന് മുൻപുള്ള ആഗോള നിയന്ത്രണ സംവിധാനത്തിന്റെ ഭാഗമാണ്. ജ്ഞാനത്താൽ ആന്റി ക്രൈസ്റ്റിന്റെ സംഖ്യ ഗണിച്ചറിയുവാനാണ് ഇതിൽ പറയുന്നത്. ദാനിയേൽ 9:27 നമുക്ക് കാണാം, അവൻ ഉറപ്പിച്ച 7 വർഷ കരാർ, അതായത് ഒരാഴ്ച, ഉടമ്പടിയുടെ മധ്യത്തിൽ വെച്ച് അവൻ തന്നെ ലംഘിക്കും. മ്ലേച്ഛത അധീകരിക്കുവാനായി അവൻ തന്നെ യാഗങ്ങൾ നിർത്തിവെച്ചതിനെ ശൂന്യമാക്കും. ഇത് ക്രിസ്തുവിന്റെ 2-ാം വരവിനും വിശുദ്ധാലയ നശീകരണത്തിനും ഇടയിൽ സംഭവിക്കേണ്ടുന്നതാണ്. ലോർഡിന്റെ അന്തിമ വാഴ്ചയിലേക്ക് നയിക്കുന്ന സംഭവങ്ങളുടെ വ്യക്തവും വിശ്വസനീയവുമായ ഒരു രൂപരേഖ
തിരുവെഴുത്ത് നൽകുന്നുവെന്ന് ഈ 4 പ്രവചനാടയാളങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ പരമ്പര തുടരുമ്പോൾ ഓരോ പ്രവചനവും ബൈബിൾ വിവരണവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പര്യവേഷണം ചെയ്യും. ഈ യാത്ര തുടരുമ്പോൾ ഒരു വീഡിയോയും നഷ്ടപ്പെടാതെ ബന്ധം നിലനിർത്തുവാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനിൽ ഓൾ സെലക്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.